എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ, നാടിന്റെ മുത്ത് ശ്രീ ഗഫൂറിന് നിങ്ങളുടെ ഓരോ വോട്ടും നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അഴിമതി രാഷ്ട്രീയത്തെ തൂത്തുവാരാൻ നിങ്ങളുടെ ഓരോ വോട്ടും ശ്രീ ഗഫൂറിന് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അല്ല ദാസ, എന്താ എന്റെ അഭിപ്രായം? പഞ്ചസാര ലേശം കൂടിയെന്നാ തോന്നുന്നത്. എന്താണിത് ദാസ? ചായന്റെ കാര്യല്ല, നമ്മളെ ഇലക്ഷന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി നമ്മളെ ഗഫൂർക്ക ജയിക്കോ? എന്താ എന്റെ അഭിപ്രായം? ജയിച്ചാ മൂപ്പർക്ക് മൂപ്പരെ കുടുംബത്തിന് നല്ലത്, അല്ലാണ്ട് എന്ത്? അങ്ങനെ പറയരുത്. ഗഫൂർക്ക എന്തൊക്കെ വാഗ്ദാനങ്ങളാ നമുക്ക് തന്നത്. നമ്മളെ ഈ നാട്ടില് എയർപോർട്ട് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എയർപോർട്ട്, എന്നിട്ട് എന്റെ കുട്ടികള് ദിവസവും വിമാനത്തിലാണല്ലോ സ്കൂളിൽ കൊണ്ട് വിടുക. ഒന്ന് പോയാട്ട് അവിടുന്ന് ദിവസവും ടൗണിലേക്ക് വെറും 3 ബസ്സാണുള്ളത്. അതൊന്ന് 5 ആക്കിയിരുന്നേ സമാധാനാവുനി. അന്നേരം മൂപ്പര് എയർപോർട്ട്. നിങ്ങളെ എല്ലാത്തിനും കയറി ഉടക്ക് പറയില്ലേ? വിമാനത്താവളം വന്നാ സ്ഥലത്തിന്റെ വില കുതിച്ച് കയറൂലേ? എടോ, വിമാനത്താവളം വന്നാ അന്റെ നിന്റെ ഒക്കെ സ്ഥലം പോവും. പിന്നെ എന്ത് വില കൂട്ടിട്ട് എന്താ കാര്യം? അങ്ങനെയാണോ? എന്നാ പിന്നെ വിമാനത്താവളം നമുക്ക് വേണ്ട. കണ്ടില്ലേ, ഇതാണ് നമ്മളെയൊക്കെ പ്രശ്നം. സ്വന്തം സ്ഥലം പോകുമെന്ന് പറഞ്ഞാ ആർക്കൊരു വികസനവും വേണ്ട. അല്ലെങ്കിൽ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രസംഗിക്കും. എന്താ കഥ? നിങ്ങളാരും ബേജാറാവണ്ടെന്ന്. ഒരു വിമാനത്താവളവും ഇവിടെ വരാൻ പോകുന്നില്ല. അതെന്താ അങ്ങക്ക് ഇത്ര ഉറപ്പ്? ഗഫൂർക്ക ജയിച്ചാലല്ലേ ഇതൊക്കെ ഇവിടെ വരാൻ പോകുന്നത്. ജയിക്കൂലെന്ന് നിങ്ങക്ക് എന്താ അത്ര ഉറപ്പ്? ജയിക്കുന്ന കാര്യത്തില് മൂപ്പര പാർട്ടിക്കാർക്ക് തന്നെ വലിയ ഉറപ്പില്ല. ഇപ്പൊ ജീപ്പില് പ്രസംഗിച്ചു പോണത് നിങ്ങൾ കേട്ടതല്ലേ? വൻ പിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്നല്ലേ പറഞ്ഞത്? വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കേട്ടില്ലേ? വൻ പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. പിന്നെ എങ്ങനെ ജയിക്കാനാ?